ഹായ് ഹലോ എല്ലാവർക്കും പി എസ് സി ഓഡിയോ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് അസ്ഥി വ്യവസ്ഥയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അസ്ഥി വ്യവസ്ഥയുടെ 4-മത്തെ ക്ലാസ്സാണ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ അസ്ഥികളാണ്, അതിൻ്റെ പേരുകൾ, എത്ര എണ്ണം ഉണ്ട്, എന്താണ് അനുബന്ധ അസ്ഥികൂടം, അക്ഷാസ്ഥികൂടം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പേശികളുമായി ബന്ധപ്പെട്ട കാരണങ്ങളും അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ അസുഖങ്ങളുടെ കാരണങ്ങളും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് മയോഗ്ലോബിൻ എന്നറിയപ്പെടുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം ഏതാണ്? അത് മയോഗ്ലോബിനാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകമാണ് മയോഗ്ലോബിൻ എന്നറിയപ്പെടുന്നത്. അപ്പം പേശിയുടെ തകരാറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പേശിക്ലമം. അത്യധ്വാന സമയത്ത് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ലാക്റ്റിക് ആസിഡ് പേശികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവുമാണ് പേശിക്ലമം എന്നറിയപ്പെടുന്നത്. അത്യധ്വാന സമയത്ത് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ ലാക്റ്റിക് ആസിഡ് പേശികളിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന തളർച്ചയും ക്ഷീണവുമാണ് പേശിക്ലമം. പേശിക്ലമം ബാധിക്കാത്ത പേശി ഏതാണ്? അത് മിനുസ പേശിയാണ്. പേശിക്ലമം ബാധിക്കാത്ത പേശി എന്ന് വെച്ചാൽ ഏതാണ്? അത് മിനുസ പേശിയാണ്. ഹൃദയപേശികൾക്കുണ്ടാകുന്ന വേദനയാണ് ആൻജൈന പെക്ടോറിസ് എന്നറിയപ്പെടുന്നത്. ആൻജൈന പെക്ടോറിസസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹൃദയപേശികൾക്കുണ്ടാകുന്ന വേദനയാണ് ആൻജൈന പെക്ടോറിസസ് എന്നറിയപ്പെടുന്നത്. അടുത്ത് മയാസ്തേനിയ ഗ്രേവിസ് എന്താണെന്ന് നോക്കാം. മയാസ്തേനിയ ഗ്രേവിസ് എന്ന് പറയുന്നത് നാഡീപേശി സന്ധിയെ ബാധിക്കുന്നു. നാഡീപേശി സന്ധിയെ ബാധിക്കുന്നതാണ് മയാസ്തേനിയ ഗ്രേവിസ് എന്നറിയപ്പെടുന്നത്. ശരീരത്തിൽ സ്വയം പ്രതിരോധ സംവിധാനത്തിൻ്റെ തകരാർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം പേശിയെ ബാധിക്കുന്ന സ്വയം പ്രതിരോധ സംവിധാനത്തിൻ്റെ തകരാർ മൂലമുണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മയാസ്തേനിയ ഗ്രേവിസ് ആണ്. മയാസ്തേനിയ ഗ്രേവിസ് ആണ്. ഈ രോഗം അസ്ഥിപേശികളുടെ ക്ലമം, ക്ഷീണം, തളർച്ച എന്നിവയ്ക്ക് കാരണമാകുന്നു. പേശിക്ഷയം നോക്കാം. ജനിതക അപാകതകൾ മൂലം അസ്ഥിപേശികൾക്ക് കാലക്രമേണ ഉണ്ടാകുന്ന നാശമാണ് പേശിക്ഷയം എന്നറിയപ്പെടുന്നത്. അപ്പം ജനിതക അപാകതകൾ മൂലം അസ്ഥിപേശികൾക്ക് കാലക്രമേണ ഉണ്ടാകുന്ന നാശമാണ് എന്തെന്നറിയപ്പെടുന്നത്? പേശിക്ഷയം എന്നറിയപ്പെടുന്നത്. പേശികൾ ദുർബലമാകുന്നത് സാധാരണയായി കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. ഇതാർക്കാണ്? ആൺകുട്ടികളിലാണ് കാണപ്പെടുന്നത്. ശരീരദ്രവത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ പേശികൾ വേഗത്തിലും തീക്ഷ്ണമായും സങ്കോചിക്കുന്നതാണ് ടെറ്റനി അഥവാ പക്ഷാപാതം ക്ഷതപഥം എന്നറിയപ്പെടുന്ന. അപ്പം ശരീരദ്രവത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ പേശികൾ വേഗത്തിലും തീക്ഷ്ണമായും സങ്കോചിക്കുന്നതാണ് ടെറ്റനി എന്നറിയപ്പെടുന്നത്. അതിൻ്റെ പേരാണ് ക്ഷതപഥം. ടെറ്റനിയുടെ മറ്റൊരു മലയാളം പേരാണ് ക്ഷതപഥം. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ പേശികൾ വേഗത്തിലും തീക്ഷ്ണമായും സങ്കോചിക്കുന്നതാണ് ടെറ്റനി. ശരീരത്തിനുണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ് എന്നറിയപ്പെടുന്നത്. അപ്പം ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? അത് ടെറ്റനസ് ആണ്. ശരീരത്തിലുണ്ടാകുന്ന മുറിവിലൂടെ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. എന്നാൽ ശരീരത്തിൽ ദ്രവത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ പേശികൾ വേഗത്തിലും തീക്ഷ്ണമായും സങ്കോചിക്കുന്നതാണ് ടെറ്റനി എന്നറിയപ്പെടുന്നത്. വായ തുറക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ലോക്ജോ എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ് എന്നറിയപ്പെടുന്നത്. വായ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. വായ തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ലോക്ജോ എന്നറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ്. അടുത്ത് റിഗർ മോർട്ടീസ് എന്നെന്താ നോക്കാം. റിഗർ മോർട്ടീസ് എന്ന് പറയുന്നത് മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടീസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ മരണശേഷം ശരീരപേശികൾ ചലിക്കാതെ ദൃഢമാകുന്ന അവസ്ഥയാണ് എന്തെന്നറിയപ്പെടുന്നത്? റിഗർ മോർട്ടീസ് എന്നറിയപ്പെടുന്നത്. അടുത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് വായിച്ചു കഴിയാം. ഇത് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥിയുമായി ബന്ധപ്പെട്ട ക്ലാസ് കഴിഞ്ഞു. ആകെ അസ്ഥികൾ 206 ആകെ അസ്ഥികൾ എത്രയാണ്? 206. നവജാത ശിശുക്കളിലെ ആകെ അസ്ഥികൾ 300. കഴുത്തിലെ അസ്ഥികൾ എത്രയാണ്? 7 അസ്ഥികളാണ്. കഴുത്തിൽ എത്ര അസ്ഥികളാണ്? 7 അസ്ഥികൾ. മുഖത്ത് എത്രയാണ്? 14 അസ്ഥികൾ. കഴുത്തിൽ 7, മുഖത്ത് 14, തലയോട്ടിയിൽ 29. SCRT പ്രകാരം തലയോട്ടിയിൽ 29 അപ്പം കഴുത്തിൽ എത്ര അസ്ഥികളാണ്? 7 അസ്ഥികൾ. മുഖാസ്ഥികൾ 14, തലയോട്ടിയിൽ 29. മാറല് 1. മാറൽ 1. വാരിയൽ 24, 12 ജോഡിയാണ്. വാരിയൽ എന്ന് പറയുന്നത് 24 എണ്ണമാണ്, 12 ജോഡിയാണ്. ഒരു കൈയിലെ അസ്ഥി 30, ഒരു കാലിലെ അസ്ഥി 30. ചെവിക്കുള്ളിലെ അസ്ഥികൾ 3 ജോഡിയാണ്, 3 ജോഡി 6 എണ്ണം.
ക്രോമസോമുകളുടെ എണ്ണം 46 23 ജോഡി. ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 46, അത് 23 ജോഡിയാണ്. ക്രോമസോമുകളുടെ എണ്ണം 46 23 ജോഡി. നട്ടെല്ലിലെ കശേരുക്കളാണ് 26. നട്ടെല്ലിലെ കശേരുക്കൾ 26. നവജാത ശിശുവിലെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. ആകെ പേശികൾ 639 പേശികളാണ്. ആകെ പേശികൾ 639. ആകെ നാഡികൾ 43 ജോഡി നാഡിയാണ്, അതായത് 86 എണ്ണം. ആകെ നാഡികൾ എത്രയാണ്? 43 ജോഡിയാണ്, അതിൽ 86 എണ്ണം ഉണ്ട്. ആകെ നാഡികൾ 43 ജോഡി, 86 എണ്ണം. സുഷുമ്നാ നാഡികൾ 31 ജോഡിയാണ്. സുഷുമ്നാ നാഡികൾ 31 ജോഡിയാണ്, അത് എത്ര എണ്ണം ഉണ്ട്? 62 എണ്ണമാണ്. സുഷുമ്നാ നാഡികൾ 31 ജോഡിയാണ്, 62 എണ്ണമാണ്. ശിരോനാഡികൾ 12 ജോഡിയാണ്, 24 എണ്ണം. ശിരോനാഡികൾ 12 ജോഡിയാണ്, 24 എണ്ണം. ശിരോനാഡികൾ 12 ജോഡിയാണ്, 24 എണ്ണമാണ് കേട്ടോ. സുഷുമ്നയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. എത്രയാണ്? 45 സെൻറ്റിമീറ്ററാണ് സുഷുമ്നയുടെ നീളം എന്നറിയപ്പെടുന്നത്. സുഷുമ്നയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. പാൽപ്പല്ലുകളുടെ എണ്ണം 20 പാൽപ്പല്ലുകളുടെ എണ്ണം 20. അപ്പം നമ്മളെവിടെ വരെ പഠിച്ചത്? സുഷുമ്നയുടെ നീളം അല്ലേ? അപ്പോൾ സുഷുമ്നയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. സുഷുമ്നയുടെ നീളം 45 സെൻറ്റിമീറ്ററാണ്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20. പാൽപ്പല്ലുകൾ 20. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആകെ അസ്ഥികൾ 206, നവജാത ശിശുക്കളിലെ 300, കഴുത്തിലെ അസ്ഥികൾ 7, മുഖാസ്ഥികൾ 14, തലയോട്ടിയിലെ അസ്ഥികൾ 29, മാറല് 1, വാരിയല് 24, 12 ജോഡി. ഒരു കൈയിലെ അസ്ഥി 30, ഒരു കാലിലെ അസ്ഥി 30, ചെവിക്കുള്ളിലെ അസ്ഥി 3 ജോഡി, 6 എണ്ണം. ക്രോമസോമുകളുടെ എണ്ണം 46, 23 ജോഡി. നട്ടെല്ലിലെ കശേരുക്കൾ 26, നവജാത ശിശുവിൻ്റെ നട്ടെല്ലിലെ കശേരുക്കൾ 33. ആകെ പേശികൾ 639. ആകെ നാഡികൾ 43 ജോഡി, അഥവാ 86 എണ്ണം. സുഷുമ്നാ നാഡി 31 ജോഡി, അഥവാ 62 എണ്ണം. ശിരോനാഡികൾ 12 ജോഡി, അഥവാ 24 എണ്ണം. സുഷുമ്നയുടെ നീളം 45 സെൻറ്റിമീറ്റർ. പാൽപ്പല്ലുകളുടെ എണ്ണം 20. സ്ഥിരദന്തങ്ങൾ 32. ഹൃദയത്തിൻ്റെ നീളം എത്രയാണ്? അത് 12 സെൻറ്റിമീറ്ററാണ്. ഹൃദയത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്ററാണ്. ഹൃദയത്തിൻ്റെ വീതി 9 സെൻറ്റിമീറ്ററാണ്. ഹൃദയത്തിൻ്റെ വീതി 9 സെൻറ്റിമീറ്ററാണ്. ഹൃദയത്തിൻ്റെ ഭാരമോ 250 മുതൽ 300 ഗ്രാം വരെയാണ്. 250 മുതൽ 300 ഗ്രാം വരെയാണ് ഹൃദയത്തിൻ്റെ ഭാരം എന്നറിയപ്പെടുന്നത്. ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 72 പ്രാവശ്യമാണ് അല്ലേ? ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 72 പ്രാവശ്യം. ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡാണ്. ഒരു തവണ ഹൃദയം സ്പന്ദിക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? 0.8 സെക്കൻഡ്. ഹൃദയസ്പന്ദന വ്യാപ്തം 70 മില്ലിലിറ്ററാണ്. ഹൃദയസ്പന്ദന വ്യാപ്തം 70 മില്ലിലിറ്റർ. കുട്ടികളുടെ ഹൃദയസ്പന്ദന നിരക്ക് എത്രയാണ്? 1 മിനിറ്റിൽ 100 തവണ. കുട്ടികളിൽ 100 തവണ. ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത ഏകദേശം 5 ലിറ്ററാണ്. ഓക്കെ, ഹൃദയത്തിൻ്റെ പ്രവർത്തനക്ഷമത ഏകദേശം 5 ലിറ്റർ. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 100 മുതൽ 160 വരെ തവണയാണ്. കുട്ടികളുടെ ശ്വസന നിരക്ക് 1 മിനിറ്റിൽ 16 to 20 തവണയാണ്. കുട്ടികളുടെ ശ്വസന നിരക്ക് എത്രയാണ്? 1 മിനിറ്റിൽ 16 to 20 തവണയാണ്. നവജാത ശിശുവിൻ്റെ ശ്വസന നിരക്ക് എത്രയാണ്? 1 മിനിറ്റിൽ 30 to 60 തവണയാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ടൈഡൽ വോളിയം 500 മില്ലിലിറ്ററാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ടൈഡൽ വോളിയം എത്രയാണ്? 500 മില്ലിലിറ്ററാണ്. ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ടൈഡൽ വോളിയം എത്രയാണ്? 500 മില്ലിലിറ്ററാണ്. ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് 70 മുതൽ 110 വരെയാകാം മില്ലിഗ്രാം 100 മില്ലിലിറ്ററിൽ. 70 to 110 മില്ലിഗ്രാമാണ് 100 ലിറ്ററിൽ. എന്തിലാണ്? ഗ്ലൂക്കോസിൻ്റെ അളവ്. ആഹാരത്തിന് ശേഷം ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയേ പാടുള്ളൂ? 120 മുതൽ 150 മില്ലിഗ്രാം വരെ പാടുള്ളൂ 100 മില്ലിലിറ്ററിന്. കൊളസ്ട്രോളിൻ്റെ സാധാരണ അളവ് എത്രയാണ്? 200 മില്ലിഗ്രാമാണ്. 200 മില്ലിഗ്രാമാണ് 100 മില്ലിലിറ്ററിന് താഴെ. കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ 11 മില്ലിഗ്രാം 100 ലിറ്ററിൽ. 9 മുതൽ 11 ഗ്രാം വരെയാണ് മില്ലിഗ്രാം വരെയാണ് എന്താണ് സാധാരണ കാൽസ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. മനുഷ്യരിലെ ആകെ അവയവങ്ങൾ 80 അവയവങ്ങളുണ്ട്. മനുഷ്യരിൽ എത്ര അവയവങ്ങളുണ്ട്? 80 അവയവങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിലെ ആകെ അവയവങ്ങൾ 80ആണ്. മനുഷ്യ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ്. 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ എന്താണ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റാണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് 310.15 കെൽവിനാണ്. 310.15 കെൽവിനാണ്. അടുത്ത മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ്? മസ്തിഷ്കത്തിൻ്റെ ഭാരം
1400 ഗ്രാമാണ് കേട്ടോ. മസ്തിഷ്കത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത് 1400 ഗ്രാമാണ്. 1.3 മുതൽ 1.4 കിലോഗ്രാം വരെ കാണും. 1.3 മുതൽ 1.4 കിലോഗ്രാം വരെ കാണും. ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്ക ഭാരം എന്നറിയപ്പെടുന്നത് 350 മുതൽ 400 ഗ്രാം വരെയാണ്. നവജാത ശിശുവിൻ്റെത് 350 മുതൽ 400 ഗ്രാം വരെയാണ്. കരളിൻ്റെ ഭാരം 1200 മുതൽ 1500 വരെയാണ്. കരളിൻ്റെ ഭാരം 1200 മുതൽ 1500 വരെയാണ്. ഒരു വൃക്കയുടെ ഭാരം 120 മുതൽ 170 വരെയാണ്. ഒരു വൃക്കയുടെ ഭാരം 120 മുതൽ 170 വരെ ഗ്രാമാണ്. വൃക്കയിലൂടെ കടന്നു പോകുന്ന രക്തത്തിൻ്റെ അളവ് 1 മിനിറ്റിൽ 1100 മില്ലി ലിറ്ററാണ്. വൃക്കയിലൂടെ കടന്നു പോകുന്ന രക്തത്തിൻ്റെ അളവ് 1 മിനിറ്റിൽ എത്രയാണ്? 1100 മില്ലി ലിറ്ററാണ്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് എത്രയാണ്? 1.5 ലിറ്ററാണ്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് 1.5 ലിറ്റർ. ചെറുകുടലിൻ്റെ നീളം 5 മുതൽ 6 മീറ്റർ വരെയാണ്. ചെറുകുടലിൻ്റെ നീളം 5 മുതൽ 6. വൻകുടലിൻ്റെ നീളം 1.5 മീറ്ററാണ്. 1.5 മീറ്റർ. ഉമിനീർ ഗ്രന്ഥികൾ എത്ര എണ്ണം ഉണ്ട്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീർ 0.75 മുതൽ 1.5 ലിറ്റർ വരെയാണ്. 0.75 മുതൽ 1.5 ലിറ്റർ വരെയാണ്. രക്തക്കുഴലുകളുടെ ആകെ നീളം എത്രയാണ്? 1,00,000 കിലോമീറ്ററാണ്. രക്തക്കുഴലുകളുടെ ആകെ നീളം 1,00,000 കിലോമീറ്ററാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു റാങ്ക് ഫയലുണ്ട്. ഇതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാൻ പറ്റും.